ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം BJP ഒന്ന് സൈഡിൽ വെച്ചിട്ട് ഈ റീജിയണൽ പാർട്ടികളെ ശ്രദ്ധിച്ചിട്ട് അവരെ ഇല്ലാതാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ മുന്നണിയുടെ ലക്ഷ്യമോ മറ്റാരെങ്കിലും നോക്കണോ ഒന്നുമില്ല. ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വേറൊരു പാർട്ടിയാണ്. സ്റ്റാലിൻ ലിമിറ്റഡ് കോപ്പറേഷൻ BJPക്ക് ഓഫർ ചെയ്തിട്ടുമുണ്ട്. ലിമിറ്റഡ്. DMKയുടെ പ്രവൃത്തികളും വിജയുടെ പ്രവൃത്തികളും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകുന്നു. അപ്പോൾ അതിന് കൗണ്ടർ ഫോഴ്സായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് അണ്ണാമലൈ ഓക്കുപ്പൈ ചെയ്യും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വിജയ് വേഴ്സസ് അണ്ണാമലൈ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJPക്കെതിരെ ശക്തമായ മുന്നേറ്റം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയ കക്ഷികൾ. അവരുടെ യോഗത്തിൽ അത് തീരുമാനമായി വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വാക്ക്. നമുക്ക് പരിശോധിക്കാം ഇന്ന് എത്രത്തോളം ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളായിട്ടുള്ള പാർട്ടികൾക്ക് നിൽക്കാൻ സാധിക്കും. അവരുടെ കരുത്ത് ചോരുന്ന ഈ സാഹചര്യത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ബംഗാളിൽ തൃണമൂലിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ അവസ്ഥ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കുവാനായി നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ശ്രീ, ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? തൃണമൂലിൻ്റെയൊക്കെ തന്നെ അവസ്ഥ അതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? വളരെ നേരത്തെ പ്രസക്തി നഷ്ടപ്പെട്ടിരുന്നു ഈ മുന്നണിക്ക്. അവരൊരിക്കലും ഒരു മുന്നണിയൊന്നും ആയിരുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത്. വാസ്തവത്തിൽ തുടങ്ങിയപ്പോൾ വളരെ ഗൗരവത്തിലാണ് തുടങ്ങിയത് കേട്ടോ. നമ്മളുടെ ജനതാദൾ യു നിതീഷ് കുമാർ അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തിട്ട് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ആദ്യത്തെ യോഗം. അദ്ദേഹത്തിനും ഉള്ളിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാവുക, കോർഡിനേറ്ററാവുക, അവിടുന്ന് പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ എല്ലാവരും കൂടെ പാരവെച്ചു. കോൺഗ്രസ് പറഞ്ഞു ഒരു ദളിതൻ ഇതിൻ്റെ അധ്യക്ഷനാവണം എന്ന് പറഞ്ഞു. അങ്ങനെ മല്ലികാർജുൻ ഖാർഗെ വെച്ചു. അങ്ങനെ നിതീഷ് കുമാറിൻ്റെ ഡിസൈൻ പാളിയപ്പോൾ പുള്ളി ഇത് ഉപേക്ഷിച്ചിട്ട് തിരിച്ച് BJPയുടെ കൂടെ NDA ആയിട്ട് പോയി. അതോടെ തുടങ്ങി ഇതിൻ്റെ അധപ്പതനം. ഇവർക്കാർക്കും അന്യോന്യം സഹകരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ കോൺഗ്രസ്സും ഉണ്ട്, CPM ഉണ്ട് ഇന്ത്യ മുന്നണിയിൽ. എങ്ങനെയാണ് ഇത്? അവരാകെ കൂടെ ഉള്ളത് കേരളത്തിലാണെങ്കിൽ അവർ പരസ്പരം മത്സരിക്കുന്നവരാണ്. പിന്നെ ഇന്ത്യ മുന്നണിയിൽ എങ്ങനെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും? ഇത്തവണത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ CPM റേസ് ചെയ്ത ബാലിശമായ ഒരു പോയിൻ്റ് നോക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തി CPM BJP ഡീലുണ്ട് എന്ന് പ്രചരണം നടത്തി. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളുടെ ഒരു ജൂനിയർ ബോയ് ആയിട്ടുള്ള ഈ ജോൺ ബ്രിട്ടാസിനെ ഞങ്ങൾ അയക്കാം. ഇതെന്തൊരു അപഹാസ്യമായ ഏർപ്പാടാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ പോകുന്നില്ലേ, നിങ്ങൾ പോകണ്ട. നിങ്ങൾ ജൂനിയറുടെ വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ സഹകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പരാതി എന്താ? തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അല്ലെങ്കിൽ VD സതീശൻ്റെ പ്രസംഗം. ഇതൊക്കെ ഒരു പരാതിയാണോ? തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ തമ്മിൽ അന്യോന്യം മത്സരിക്കുകയല്ലേ? ആ സമയത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതിൻ്റെ പേരിൽ മുന്നണിയിൽ നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനും മാത്രമേ എന്താ ഉള്ളത്? എന്നിട്ട് ജോൺ ബ്രിട്ടാസ് അവിടെ പോയി കരയുക. എന്നാലും ഞങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല, കഷ്ടമായിപ്പോയി ചേട്ടാ. രാഹുൽ ഗാന്ധിയെ ആശ്വസിപ്പിക്കുന്നു. പോട്ടെ സാരയില്ല. അതേ കേരളത്തിൽ തന്നെ കോൺഗ്രസ്സുകാരാണ് എനിക്ക് ആ ഐഡിയ തന്നത്, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ബ്രിട്ടാസ് വിഷമിക്കേണ്ട കേട്ടോ, നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. മമതാ ബാനർജി വരുന്നു. അവർക്ക് പ്രധാനമന്ത്രി ആവണമെന്നുണ്ടായിരുന്നു, ഇന്ത്യ മുന്നണിയുടെ നേതാവാകണമെന്നുണ്ടായിരുന്നു. അവർ പല രീതിയിൽ അതിനുവേണ്ടി ശ്രമിച്ചു. അത് നടക്കില്ല എന്നായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിയോട് പോയി തോട് വേകാൻ പറഞ്ഞു മമതാ ബാനർജി. കോൺഗ്രസ്സിനും മറ്റ് സീറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമതാ ബാനർജി പറഞ്ഞു 2 സീറ്റ് തരാം, ഒരെണ്ണം കോൺഗ്രസ് എടുത്തോ, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടി 1 സീറ്റ്. അമ്മട
അങ്ങനെ ധാർഷ്ട്യം കാണിച്ച സ്ത്രീ ഇന്നലെ വന്നിട്ട് സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. ചേച്ചി എന്നോട് ക്ഷമിക്കണം, അപ്പം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ഞങ്ങളെ പറ്റിയെന്ന്. സത്യം പറയാൻ എനിക്കൊന്നും ഓർമ്മയില്ല, ഇന്നസെൻ്റ് പറഞ്ഞ പോലെ പറയുന്നു. ഒന്നും ഓർമ്മയില്ല മമതാ ബാനർജിക്ക്. പൊളിഞ്ഞ അണ്ടം കീറി. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോൾ 28-ൽ 20 MP-മാർ മമതാ ബാനർജിയുടെ അവർ കൂറുമാറി വേറെ പാർട്ടി ഉണ്ടാക്കണോ അതോ BJP-യിൽ പോകണമെന്ന് വിചാരിച്ച് ഇവരീ കൂടിയത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ്. അതെ, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നിന്ന് അധികം ദൂരെയല്ല ഭൂപേന്ദ്ര യാദവ് എന്ന കേന്ദ്രമന്ത്രി താമസിക്കുന്നു. അങ്ങേരുടെ വീട്ടിലേക്ക് ചെന്നു. അങ്ങേര് പരിഭ്രമിച്ചു പോയി. പുള്ളി പറഞ്ഞു, അല്ല അത് BJP-യിൽ എടുക്കുന്നത് ഞാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം BJP-യിൽ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുക. കാരണം TMC-കാരെല്ലാം ഓടി BJP-യിലേക്ക് വരുന്നു. TMCification ഓഫ് BJP ഞാൻ അനുവദിക്കില്ല എന്ന് അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജയിച്ചു കഴിയുമ്പോൾ TMC-കാരെല്ലാം കൂടി രാജിവെച്ച് ഇപ്പുറത്തേക്ക് വരിക. അപ്പോഴും അവർ ഭരണകക്ഷി. അടുത്ത തവണ BJP തോറ്റാൽ അവർ തിരിച്ച് മമതയുടെ അടുത്ത് പോകും. അപ്പോഴും അവർ ഭരണകക്ഷി. ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് TMC ഇപ്പം പിളർന്ന് നിൽക്കുകയാണെങ്കിലും BJP-യിൽ ചേരാത്തത് ഈ ഒരു റെസ്ട്രിക്ഷൻ, ഈ ഒരു നോ എൻട്രി ബോർഡ് അമിത്ഷാ വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എല്ലാവരും ഊത്ത പോലെ കയറിയാൻ. മമതാ ബാനർജിയും വിളിച്ചു MP-മാരുടെ ഒരു യോഗം. 2 MP-മാർ വന്നു, വേറെ ആരും വന്നില്ല. ആരുമില്ല മമതയുടെ കൂടെ. അങ്ങനെ മമത കരയുന്നു. ഈ കരച്ചിൽ തീർക്കാനും ഫ്രസ്ട്രേഷൻ തീർക്കാനും ഒക്കെ ആയിട്ട് യോഗം വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിനെ കരയോഗം എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. DMK-യെ ഇവർ ചതിച്ചത് നോക്ക്. DMK-യുടെ കൂടെ നിന്ന് 5 സീറ്റ് കിട്ടി. എന്നിട്ട് ഇവർ TVK-യുടെ കൂടെ പോയി മന്ത്രിമാരായിരിക്കുന്നു. എന്തൊരു അന്യായമാണ്. DMK ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ആവണം പ്രധാനമന്ത്രി എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച പാർട്ടി DMK ആണ്. കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ DMK പ്രഖ്യാപിച്ചിരുന്നു. അത്രയധികം രാഹുൽ ഭക്തിയായിരുന്നു സ്റ്റാലിന്. ആ സ്റ്റാലിനെ രാത്രിക്ക് രാത്രി ചതിച്ച് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ സ്റ്റാലിൻ ചൂടായി. സ്റ്റാലിൻ ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. സ്റ്റാലിൻ ലിമിറ്റഡ് കോപ്പറേഷൻ BJP-ക്ക് ഓഫർ ചെയ്തിട്ടുമുണ്ട്. ലിമിറ്റഡ്. അവരുടെ കൂടെ NDA-യിൽ ചേരുന്നതൊന്നുമല്ല, ഞങ്ങൾ പ്രത്യേക ബ്ലോക്കായിരിക്കും, പക്ഷേ നിങ്ങൾ കൊണ്ടുവരുന്ന ബില്ലുകൾ അത് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സ്റ്റാലിൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇനി TVK-യോട് ചെയ്ത് നോക്കുക. TVK-ക്ക് സപ്പോർട്ടായിട്ട് 5 MLA-മാർ പോയല്ലോ. അതെ. അപ്പോൾ ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും ഇന്നയാളായിരിക്കും സ്ഥാനാർത്ഥിയെന്നും കോൺഗ്രസ് തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചു. അത് ചെയ്യാമോ? അത് വിജയോട് ചോദിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ? 5 സീറ്റുള്ള ആൾ രാജ്യസഭയിൽ പോകുമോ അതോ 108 സീറ്റുള്ള ആൾ പോകുമോ? ഇതെന്ത് പരിപാടിയാണ് കോൺഗ്രസ് കാണിക്കുന്നത്? അപ്പോൾ മാത്രമല്ല TVK-യെ ഇതിൽ വിളിച്ചില്ല, ഇന്ത്യ മുന്നണിയിൽ വിളിച്ചില്ല. എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് പറയുന്നത്, അല്ല TVK-ക്ക് രാജ്യസഭയിലോ ലോക്സഭയിലോ സീറ്റില്ല, അതുകൊണ്ട് വിളിച്ചില്ല. ഇവിടെ TVK ഇപ്പോൾ ഉണ്ടായതേ ഉള്ളൂ. അവർ നിയമസഭയിൽ മത്സരിച്ചതേ ഉള്ളൂ, ലോക്സഭയിൽ അവർ മത്സരിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സീറ്റ് ഉണ്ടാകുന്നത്? ആ കാര്യം പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തന്നെയല്ലേ അവരെ സപ്പോർട്ട് ചെയ്ത് ഭരണത്തിൽ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഡൽഹിയിൽ അവരെ ക്ഷണിക്കാതിരിക്കുന്നു. ഇതുപോലെ കോൺഗ്രസ് തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യത്തിലെങ്കിലും കേജ്രിവാൾ പറഞ്ഞത് സത്യമാണ്. കേജ്രിവാൾ ഇന്ത്യ മുന്നണിയിൽ വന്നില്ലല്ലോ, വിളിച്ചുമില്ല, വന്നുമില്ല. കേജ്രിവാൾ പറഞ്ഞു കോൺഗ്രസ്സിന് ആകെ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ മുന്നണിയുടെ ലക്ഷ്യമോ മറ്റാരെങ്കിലും നോക്കണോ ഒന്നുമില്ല. ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് വേറൊരു പാർട്ടിയാണ്, തോറ്റു കഴിഞ്ഞാൽ നമ്മളുമായിട്ടിരുന്ന് ചായ കുടിക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഞാനില്ല, എന്നെ ഡൽഹിയിൽ ഇവർ ചതിച്ചു, പഞ്ചാബിൽ ചതിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, കുറേ ഗ്രീവൻസസ്. ഇതിലൊക്കെ രസം ഇല്ലയോ, ഇതെല്ലാം ബോർഡ് എഴുതി വെച്ചു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണല്ലോ ഇവരുടെ, റഫി മാർഗിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്. അതിൻ്റെ പരിസരത്തെല്ലാം പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പറഞ്ഞ കാര്യം, കേജ്രിവാൾ പറഞ്ഞ കാര്യം,
സമാജ്വാദി പാർട്ടി പറഞ്ഞ കാര്യം, മമത പറഞ്ഞ കാര്യം, ഇതൊക്കെ വലിയ ബോർഡുകളായിട്ട് ആ റോഡ് സൈഡിലെല്ലാം വെച്ചു. കോൺഗ്രസ്സുകാർ രാവിലെ മുതൽ ഇത് പൊളിച്ച് നീക്കാൻ തുടങ്ങി. ഇത് ഒരിക്കൽ ഫിറ്റ് ചെയ്ത് നല്ല ഫ്ലക്സിൽ അടിച്ച് നല്ല സ്ട്രോങ് ബോർഡാണ്. ഏതായാലും ഒരു കാര്യം, പിണറായി വിജയൻ ഡൽഹിയിലൊക്കെ പ്രശസ്തനായി കേട്ടോ. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലും ഫ്ലക്സ് വെച്ചു പിണറായി വിജയൻ. ഇത് അതിൽ അപഹാസ്യം ഉച്ചയായി അതെല്ലാം പൊളിച്ച് നീക്കി. ഇപ്പോൾ കുറേ എണ്ണം പൊളിച്ച് നീക്കാതെ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. വൈകുന്നേരം വരെ ചാനലുകൾ അത് കാണിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ മലയാളം ചാനലുകളല്ല കേട്ടോ. മലയാളം ചാനലുകൾ ഇങ്ങനൊരു സംഭവമേ അറിഞ്ഞിട്ടില്ല. അത് വേറൊരു പോക്കാണല്ലോ. ഏതായാലും അത് മലയെലിയെ പ്രസവിച്ച പോലെ 3 മണിയായപ്പോൾ ഈ മല്ലികാർജുൻ ഖാർഗെ പത്രക്കാരെ വിളിച്ചിട്ട് അവരുടെ വമ്പൻ തീരുമാനങ്ങൾ പറഞ്ഞു. തീരുമാനം ഒന്ന്, അവർ 2 മാസം കൂടുമ്പോൾ ഈ മുന്നണി കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തത് ഓഗസ്റ്റിലായിരിക്കും കൂടുന്നത്. തീരുമാനം 2, SIR വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതാൻ തീരുമാനിച്ചു. എൻ്റെ ലിയോ, SIR വിഷയത്തിൽ ഇനി എന്താ ബാക്കിയുള്ളത്? സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞതാണത്. ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി കഴിഞ്ഞു. ഇനിയിപ്പോൾ കത്തയക്കാൻ പോകുന്ന എന്തിനാ? മാത്രമല്ല, സുപ്രീം കോടതിയിൽ കേസല്ലേ കൊടുക്കുക, കത്തിനെന്ത് പ്രസക്തി കോടതിയിൽ? അതാണ്, കത്തല്ലല്ലോ നമ്മൾ കേസല്ലേ കൊടുക്കുന്നത്. വക്കീലിനെ വെച്ച് കേസ് കൊടുക്കണം നിങ്ങൾക്ക്, അല്ലാതെ കത്ത് കൊടുക്കുന്നത്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ SIR ഇനി രണ്ടാമത് അജിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല സുപ്രീം കോടതിയിൽ. ഭരണഘടനാ ബെഞ്ച് ഫൈനൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് വേറെ എന്താ കേസൊന്നുമില്ല. കറക്റ്റ്. അതുകൊണ്ട് കത്തയക്കും. ഇതുപോലത്തെ അർത്ഥശൂന്യമായ കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് പത്രക്കാരോട് പുള്ളി മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ, ഒരു ചോദ്യം എടുക്കാതെ എണീറ്റ് അങ്ങ് പോയി. ഇങ്ങനെ അപഹാസ്യമായിട്ട് കരഞ്ഞ് അവസാനിച്ചു. അല്ല സാർ, ഞാൻ വേറൊന്നും ചോദിച്ചോട്ടെ. അതായത് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കരുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചില സംസ്ഥാനങ്ങളിലെ അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബംഗാളിൽ തൃണമൂലിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ എത്രത്തോളം, അതൊരു വലിയ പ്രസക്തമായൊരു കാര്യം തന്നെയാണ്. കാരണം അവിടെ വളരെ ശക്തമായ രീതിയിൽ പിടിമുറുക്കി കഴിഞ്ഞു BJP. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെയും അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചുള്ള ചോദ്യവും പ്രസക്തമാവുകയല്ലേ? കാരണം അവിടുത്തെ വേര് മറ്റുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, ഇപ്പോൾ വിജയിയെ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ അവർ ഇനി ഉൾപ്പെടുത്തിയേക്കും. അങ്ങനെയാണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്രത്തോളം നിലയുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുമെന്നുള്ളത്. കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസ്സിന് ഒരല്പമെങ്കിലും നിൽക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു ദേശീയ സഖ്യം എന്ന് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ പാർട്ടികളുടെയൊക്കെ തന്നെ പലരുടെയും നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നതിനിടയിലാണ് ഈ സഖ്യം വീണ്ടും ഞങ്ങൾ മീറ്റിംഗ് 2 മാസത്തിലൊരിക്കൽ കൂടും എന്ന് പറയുന്നത്. ഇത് ആദ്യം അവർ ചെയ്യേണ്ടത് സ്വയം നിലയുറപ്പിക്കുകയല്ലേ? ഇല്ല, അവർക്കത് ചെയ്യാൻ പ്രയാസമാണ് അല്ലയോ. കാരണം അവരുടെ പ്രസൻസ് ഇല്ലാതെ പോയി. ബീഹാറിൽ കോൺഗ്രസ് ഇല്ലാതായിട്ട് എത്ര വർഷമായി? 10-30 വർഷമായി. കറക്റ്റ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇല്ലാതെയായിട്ട് 40 വർഷം മറ്റായി. തമിഴ്നാട്ടിൽ 1967 അവസാനിച്ചതാണ് കോൺഗ്രസ്. അത് കഴിഞ്ഞ് 89 തമിഴ് മാനില കോൺഗ്രസ് എന്ന് പറഞ്ഞ് കറുപ്പയ്യ മൂപ്പനാർ, അതും TMC ആയിരുന്നു കേട്ടോ, തമിഴ് മാനില കോൺഗ്രസ്. കറുപ്പയ്യ മൂപ്പനാരുടെ നേതൃത്വത്തിൽ ഒന്ന് തലപൊക്കാൻ നോക്കി. അതിൻ്റെ കൂടെ ചിദംബരം ഒക്കെ കൂടിയിരുന്നു. ഒരു ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. മൂപ്പനാരുടെ മരണത്തോടെ അതും ഇല്ലാതെ പോയി. പിന്നെ GK വാസൻ കുറച്ചു കാലം കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നു. പ്രാക്ടിക്കലി 1967 ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇല്ല, ഒറീസയിൽ കോൺഗ്രസ് ഇല്ല, ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇല്ല. ഡൽഹിയിൽ ഷീലാ ദീക്ഷിതായിരുന്നു ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി. അതിനുശേഷം കോൺഗ്രസ് ഇല്ല. കേജ്രിവാളിൻ്റെ കൂടെ ഒന്ന് ഭരിക്കാൻ നോക്കി, അത് പറ്റിയില്ല. പഞ്ചാബിൽ കോൺഗ്രസ് ഇല്ല, ഹരിയാനയിൽ കോൺഗ്രസ് ഇല്ല, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇല്ല. എന്തൊരു ഗതികേടാണ് നമുക്ക്. അപ്പോൾ ആ പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം
BJP ഒന്ന് സൈഡിൽ വെച്ചിട്ട് ഈ റീജിയണൽ പാർട്ടികളെ ശ്രദ്ധിച്ചിട്ട് അവരെ ഇല്ലാതാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ TMC മമതാ ബാനർജിയെ ഒതുക്കി, മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് ഠാക്കറെയെ ഒതുക്കി, വലിയ കാർന്നവരായിരുന്നു ശരത് പവാർ ഒതുക്കി, അങ്ങനെ ഓരോ റീജിയണൽ പാർട്ടിയായിട്ടും ഒതുക്കിക്കൊണ്ടുവരികയാണ്. എന്നാലും അവിടെ ആയിട്ട് കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, തെലങ്കാനയിൽ കോൺഗ്രസ് ഉണ്ട്, കർണാടകത്തിൽ കോൺഗ്രസ് ഉണ്ട്. കർണാടകത്തിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് അട്ടിമറി സാധിക്കും, മറ്റ് സ്ഥലങ്ങളിൽ കുറേ കൂടെ സമയമെടുക്കുമായിരിക്കും. അപ്പോൾ കോൺഗ്രസ്സിനെ മാത്രമല്ല പ്രാദേശിക പാർട്ടികളെയും BJP ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഇന്ത്യ സഖ്യം ഒന്ന് പുനരുജ്ജീവിപ്പിക്കാം എന്ന് വിചാരിച്ച് വിളിച്ചു കൂട്ടിയത്. അത് വിളിച്ചു കൂട്ടിയത് അത് പ്രയോജനമല്ല, കൗണ്ടർ പ്രൊഡക്റ്റീവായിപ്പോയി ആ സാധനം. അന്യോന്യമുള്ള കണക്ക് തീർക്കലൊക്കെ ആയിപ്പോയി. അതിൻ്റെ കൂടെ പാവം നമ്മുടെ മുസ്ലിം ലീഗ് അവിടെ കയറിയിരിപ്പുണ്ടായിരുന്നു. ഞാനെന്തും പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വല്ല കാര്യമുണ്ടോ? വല്ല KM ഷാജിയൊക്കെ വിട്ടാൽ പോരെ. പുള്ളി പാർട്ടി ചിലവിലൊന്ന് ഡൽഹിയൊക്കെ ചുറ്റിയിട്ട് വരും. ഈ തങ്ങളൊക്കെ പോയിട്ട് അവിടെ വെറുതെ ഒരക്ഷരം വാതുറക്കാൻ പോലും പറ്റിയില്ല ആ യോഗത്തിൽ. കാരണം വളരെ ജൂനിയർ പാർട്ട്നേഴ്സാണല്ല. കാശ്മീരിലെ PDP ഉണ്ടായിരുന്നു, മെഹബൂബ മുഫ്തി. എന്ത് ചെയ്യാൻ, എന്ത് പറയാൻ? ഒരു രാഷ്ട്രീയ അടിത്തറയും ഇല്ലാത്ത ആൾ. തൊട്ടിപ്പുറത്ത് ഈ ആളുമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ള. അതെ, ഒമർ അബ്ദുള്ളയും ഇരിപ്പുണ്ട്. ഇവരാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ ഇല്ല. വരണമെന്ന് പറഞ്ഞു, പേരിന് വന്നു, ഇരുന്നു, പോയി. ഇങ്ങനെയൊക്കെ നാശമായിട്ടിരിക്കുകയാണ്. ഓക്കെ. അല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം, അതായത് പ്രാദേശിക പാർട്ടികളെ അല്ലെങ്കിൽ പ്രാദേശികമായി കരുത്തരായി നിലനിന്നിരുന്ന പാർട്ടികളെയൊക്കെ തന്നെ BJP ടാർഗറ്റ് ചെയ്യുന്നു. അവരുടെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ തകർന്നു പോകുന്നത്രയും ശിഥിലമായൊരു സ്ട്രക്ചറാണ് അവർക്കുള്ളത് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി ശാസ്ത്രീയമായി നീക്കം നടത്തിക്കഴിഞ്ഞാൽ തകർന്നു പോകുന്നവയാണ് പ്രാദേശിക പാർട്ടികൾ എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അണ്ണാമലയുടെ രാഷ്ട്രീയ നീക്കത്തിന് അതിന് വലിയ രീതിയിൽ പ്രസക്തിയേറുകയാണ്, പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ അണ്ണാമലൈ തമിഴ്നാട്ടിലെ വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതാണെങ്കിൽ തന്നെയും BJP യിൽ നിന്നും മാറി നിന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു സ്ഥാനം അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കേരളത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് തോൽവി, ഓക്കെ, തോൽവിയെ നമുക്ക് മാറ്റി നിർത്താം. ആ തോൽവിയേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ കരുത്തിനെ സാരമായി പല നേതാക്കളുടെയും തെറ്റായ തീരുമാനങ്ങൾ ബാധിച്ചിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അതായത് തിരിച്ചു വരവ് ഒരല്പം ബുദ്ധിമുട്ടായ കാര്യമാണ്. അവർക്ക് നമ്മൾ എഴുതിത്തള്ളുകയല്ല എങ്കിൽ തന്നെയും ആ രീതിയിലേക്ക് ഒരു മൂല്യച്യുതി അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗാളിൽ തൃണമൂലിൻ്റെ അവസ്ഥയും. അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്നു. അവരുടെയൊക്കെ തന്നെ ശിഥിലമായ നിലവിലെ സാഹചര്യങ്ങൾ തകർച്ചയ്ക്കാക്കം കൂട്ടുന്നു. അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. തമിഴ്നാട്ടിൽ ഈ എന്നും ഒരു 20% വോട്ടർമാരെങ്കിലും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിൽ അവർ എതിരായിരുന്നു. അവർ പലപ്പോഴും അവർ വോട്ട് ചെയ്യാൻ പോകാറില്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 89-ൽ ഈ തമിഴ് മാനില കോൺഗ്രസ് വന്നപ്പോൾ ആ സമയത്ത് ഈ 20% ആൾക്കാർ രംഗത്തിറങ്ങി വോട്ട് ചെയ്തിരുന്നു. അതിന് ഒരു ദേശീയ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന തമിഴ് വോട്ടർമാർ ഇപ്പോഴും ഉണ്ട്. ഇത് ഈ ദ്രാവിഡം എന്നൊക്കെ പറയുന്നതിനകത്തൊരു കഥയില്ലെന്നും വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറയുന്നതാണ്. അല്ലാതെ എന്ത് ദ്രാവിഡം ഒന്ന് ആലോചിച്ച് നോക്കൂ ലിയോ. നമ്മൾ ആ കണക്കിൽ നമ്മളും ദ്രാവിഡന്മാരല്ലേ? കർണാടകക്കാർ ദ്രാവിഡരല്ലേ? ആന്ധ്രക്കാർ ദ്രാവിഡരല്ലേ? ഇവർക്കാർക്കും ദ്രാവിഡ പാർട്ടി ഇല്ലാത്തത് തമിഴ്നാട്ടിൽ മാത്രം ദ്രാവിഡം. അപ്പോൾ അത് ശുദ്ധ തട്ടിപ്പാണത്. ശരിക്ക് ദ്രാവിഡ നാട് എന്ന് പറയണമെങ്കിൽ തെക്കേ ഇന്ത്യ, അതാണല്ലോ ദക്ഷിണേന്ത്യ ആണല്ലോ ദ്രാവിഡ നാട്. അപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ മാത്രം ദ്രാവിഡ, ബാക്കിയുള്ളവരൊക്കെ എന്താ പൊട്ടന്മാരാണ്? നമുക്കിത് അറിഞ്ഞുകൊണ്ടായിട്ടാണോ?
നമ്മളവരിൽ പെട്ടതല്ലേ. ഈ ലോജിക്കൽ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്നതേ ഉള്ളൂ ഈ ദ്രാവിഡ പൊളിറ്റിക്സ്. അത് പിന്നെ ആൾക്കാർക്ക് ആ ഒരു അതിലൊരു വിഘടനവാദത്തിൻ്റെ സ്വാദുണ്ട്. അതുകൊണ്ട് ആ ഒരു മധുരം ഉള്ളത് കൊണ്ട് ആൾക്കാർ അതിങ്ങനെ ആസ്വദിച്ച് കൊണ്ടു നടന്നു. അപ്പോഴും ഒരു മിനിമം 20% ആൾക്കാർ ഇത് ശരിയല്ല എന്നറിയാവുന്നവരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൂട്ടിയിടണം എന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. BJP അതിലേക്ക് ഒരു അർഹതപ്പെട്ട പാർട്ടിയായിട്ട് വരണ്ടേ. കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്കുള്ള ഒരു പോരായ്മയാണത്. അവരൊരു ഓൾട്ടർനേറ്റീവ് ആണ് എന്ന് ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് പറ്റുന്നില്ല. അത് ചെയ്ത ആളാണ് അണ്ണാമലൈ. ആ നഷ്ടമാണ് BJPക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ ഒരാൾ പോയി കഴിഞ്ഞാൽ പലരും ആർഗ്യൂ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. BJP എത്രയോ വലിയ പാർട്ടിയാണ്, എത്രയോ പേര് പോയിരിക്കുന്നു വന്നിരിക്കുന്നു. ശരി, അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്, ജനറൽ അർത്ഥത്തിൽ അത് ശരിയുമാണ്. ബട്ട് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചു. അത് ജനങ്ങളാണത് ചെയ്തത്. വിജയ് വേറൊരു പൊളിറ്റിക്സ് കൊണ്ടുവരും എന്ന് അവർ പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തു. ബട്ട് വിജയ് ഇപ്പമല്ലേ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. DMK-യുടെ പ്രവൃത്തികളും വിജയുടെ പ്രവൃത്തികളും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകുന്നു. അപ്പോൾ അതിന് കൗണ്ടർ ഫോഴ്സായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് അണ്ണാമലൈ ഓക്കുപ്പൈ ചെയ്യും. അണ്ണാമലൈയുടെ ഗ്രോത്തിൻ്റെയും ഒരു ലക്ഷണം, അണ്ണാമലൈ തുടങ്ങിയ ആ വെബ്സൈറ്റ് ഉണ്ടല്ലോ, വി ദ ലീഡേഴ്സ്, അത് 24 മണിക്കൂറിനകം 10 ലക്ഷം പേര് അതിൽ രജിസ്റ്റർ ചെയ്തു. ആ 10 ലക്ഷത്തിൽ ഒരു 5 ലക്ഷം ചുമ്മാ തമാശയ്ക്ക് രജിസ്റ്റർ ചെയ്താണെന്ന് വയ്ക്കുക. അപ്പോഴും ഒരു 5 ലക്ഷം പേര് സീരിയസ് ആയിട്ട് അതിലുണ്ട്. ആ 5 ലക്ഷം പേരിൽ ഒരു 50,000 പേര് ഗ്രൗണ്ടിൽ പുള്ളിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായെങ്കിൽ വലിയ ചേഞ്ചസ് ആ മനുഷ്യനുണ്ടാക്കാൻ പറ്റും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വിജയ് വേഴ്സസ് അണ്ണാമലൈ എന്നുള്ള, വിജയ് വേഴ്സസ് മലൈ എന്നാണ് ഒരു തമിഴൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ദ്വന്ദ്വമായിരിക്കും ഇനി തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ. ഒരുമിച്ച് നിന്നാൽ മാത്രമേ BJP പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരുമിച്ച് നിൽക്കുവാൻ അവർക്ക് പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് എന്നാണ് ഇന്ന് ഈ ചർച്ച പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പറഞ്ഞ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ഉൾപ്പെടുന്ന പാർട്ടികൾ, ഈ കൂട്ടുകെട്ടിൽ ഉൾപ്പെടുന്ന പാർട്ടികൾ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ എങ്ങനെ ഇവർക്ക് വലിയൊരു മുന്നേറ്റത്തിന് സാധിക്കും? അതായത് BJP വളരെ ശാസ്ത്രീയമായി മുന്നോട്ട് പോകുന്നു. അശാസ്ത്രീയമായ രീതിയിൽ വളരെ വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പോകുന്ന ഈ പാർട്ടികൾക്ക് എങ്ങനെ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കും? അതാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.